സ്ട്രെയിറ്റ് വരുന്നത് പഞ്ച് നമ്മൾ ലെഫ്റ്റ് ഡക്ക് ആൻഡ് റൈറ്റ് ഡക്കിലാണ് അത് 1-2 കയറുന്നത്. അപ്പം ക്യാമറ പുറകിലാണെങ്കിൽ ആർട്ടിസ്റ്റ് കുനിഞ്ഞാൽ പോലും കൈ വന്ന് ഫ്രെയിമിലേക്ക് കയറുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്, ആർട്ടിസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആളുടെ ഡക്കും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നെസ്ലിനാണോ ഖാലിദ് റഹ്മാൻ? നെസ്ലിന്റെ ക്യാരക്ടറാണ്. പുള്ളി എങ്ങനെ ഒരു മോട്ടിവേറ്റർ ആയിരുന്നു ടീമില്, എല്ലാരും പിടിച്ചിറക്കിയതൊക്കെ. പിന്നെ അതല്ല അവന്റെ പടത്തിൽ അത് കാണാനില്ല. അവന്റെ സുഹൃത്തുക്കളെ വെച്ചിട്ട് മാത്രമല്ലേ ഇത്രയും വലിയ പടങ്ങളൊക്കെ പുൾ ഓഫ് ചെയ്യുന്നത്. നിങ്ങളുടെയൊക്കെ മോട്ടിവേഷൻ ഫാക്ടർ പുള്ളിയാണ്. എന്നെ അവന്റെ മോട്ടിവേഷൻ എനിക്ക് വേണ്ട. ദുൽഖർ നായകനായ ആന്റണി വർഗീസ് പ്രധാന ഒരു ഈക്വലി എന്ന് വേണമെങ്കിൽ പറയാം, വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്യുന്ന, നാസിദായത്ത് സംവിധാനം ചെയ്യുന്ന നിങ്ങൾ അന്നത്തെ ബോക്സിംഗ് കാലഘട്ടം പറഞ്ഞുതരോ? ഖാലിദ് റഹ്മാനും ജിംഷിയും കൂടി അന്ന് എത്ര കാലം പഠിച്ചു? ഒന്നും പഠിച്ചില്ല. ബേസിക്കലി ഇതില് ആർക്കും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മാർഷൽ ആർട്സിന്റെ ഒരു ഇഷ്ടം ഇപ്പൊ എനിക്കായാലും റഹ്മാനായാലും തോന്നി തുടങ്ങുന്നത്, ഷാഹിജുക്ക സീരിയസ് പ്രാക്ടീഷണർ ആയിരുന്നു കിക്ക് ബോക്സിങ്. പുള്ളി ചെറിയ കോമ്പറ്റീഷൻസിനൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വീട്ടില് ഈ ബാഗ് ഉണ്ടായിരുന്നു, ചെറുതിലെ പഞ്ചിങ് ബാഗ് ഉണ്ടായിരുന്നു. അത് ഇവര് ഷാഹിജുക്കയും സുഹൃത്തുക്കളും, അവർ കുറച്ച് സുഹൃത്തുക്കളുണ്ട് മാർഷൽ ആർട്സിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, അത് ട്രെയിൻ ചെയ്യുന്ന കൊച്ചിയിൽ. അവരുടെ ചെറുപ്പകാലത്ത് എനിക്കൊരു 10 വയസ്സൊക്കെ ഉള്ളപ്പോൾ, 10-12 വയസ്സ്, ഞാൻ ഇവരുടെ കൂടെ ബീച്ചിലൊക്കെ രാവിലെ പോവും. ഇവര് ട്രെയിൻ ചെയ്യും, ഞാൻ ഇവരുടെ കൂടെ പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നീന്താൻ വേണ്ടിയിട്ടാ. ഇവര് ട്രെയിനിങ് കഴിയുമ്പോൾ ഇവര് കടലിലിറങ്ങും, അപ്പൊ അവരുടെ കൂടെ എന്നെ ഇറക്കും. അതുകൊണ്ട് രാവിലെ ട്രെയിനിങ്ങിന് ഞാൻ പോകുമായിരുന്നു. അപ്പോൾ ഈ ലോറിയുടെ ടയർ കട്ട് ചെയ്തിട്ട് 2 കട്ട് ചെയ്തിട്ട് അതിൽ ബീച്ചിലെ മണലും അറക്കപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് ഇവര് ബാഗാക്കി പഞ്ചിങ് ബാഗാക്കി വീട്ടിൽ കെട്ടി തൂക്കിയിട്ടുള്ളത്. അതൊക്കെയാണ് ഇതിൽ കാണിക്കണ്ടല്ലേ ചെറുതായിട്ട്. അപ്പൊ അതിലൊക്കെ പഞ്ച് ചെയ്താണ് തുടക്കം. പിന്നെ ഇപ്പൊ ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ മെറ്റ് ദ റൈറ്റ് ഗായ്, ട്രെയിനർ. ഐ മെറ്റ് എന്നെയും ട്രെയിൻ ചെയ്യുന്നത് ജോഫിൽ തന്നെയാണ്. ബോക്സിംഗ് മാത്രമായിട്ട് ഇപ്പൊ കുറവാണ് ചെയ്യുന്നത്. ഞാൻ മൊയ്ത്തായാണ് ഇപ്പൊ കൂടുതൽ പിടിച്ചിരിക്കുന്നത്. കൊച്ചി ജിംഖാന ഉണ്ടോ? ജിംഖാന കൊച്ചിയിൽ ഇഷ്ടംപോലെ കൊച്ചി ജിംഖാനാസും ഉണ്ട്. അതില് മാർഷൽ ആർട്സിനോടും കാര്യങ്ങളോടും താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ എസ്പെഷ്യലി നമ്മള് ഈ പടത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഒരു ജിമ്മുണ്ട് കാക്കനാടുള്ള സ്പാർട്ടൻസ്. ആൻഡ് ദേ ആർ പ്രിറ്റി ഗുഡ്. They have like amazing fighters, all the facilities, everything. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു തായ്ലൻഡിലൊരു ഒത്തന്റിക് ജിമ്മിൽ പോയാൽ എങ്ങനെ ഇരിക്കുമോ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് അവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കാക്കനാട്. ആ അറ്റ്മോസ്ഫിയർ മാത്രമല്ല, ആ ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് ആൻഡ് ഫൈറ്റ് ഓൾസോ സൂപ്പറാണ്. സിനിമാറ്റോഗ്രാഫി മൊമെന്റ് എന്ന് പറയുന്ന റൗണ്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ജിംഷിയുടെ ചില പടങ്ങൾ ഞാൻ പറയും. അതിൽ ജിംഷിയുടെ സിനിമാറ്റോഗ്രാഫി മൊമെന്റ് ഏതാന്ന് പറയണം. ജിംഖാനിൽ തന്നെ തുടങ്ങാം. ജിംഖാനിൽ റിങ്ങിലെ ഷോട്ട്സ് ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ബാക്കിൽ നിന്നുള്ള ഷോട്ട് ഉണ്ട്, നമ്മൾ കാണാത്ത പല ഷോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. ജിംഖാനിൽ സിനിമാറ്റോഗ്രാഫി മൊമെന്റ് ഏതാണ് ജിംഷിയുടെ? ജിംഖാനയിലെ സിനിമാറ്റോഗ്രാഫി മൊമെന്റ് എന്ന് പറയുന്നത് റിങ്ങിനകത്ത് തന്നെയാണ്. റിങ്ങിൻ്റെ അകത്ത് ഷോൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ആക്ടർ ഉണ്ട് പടത്തില്, ഹെഡ്ഫോൺ വെച്ചിട്ട് വരുന്ന പയ്യന്റെ ഫൈറ്റ്. പുള്ളിയുടെ ഫൈറ്റ് ആയിരുന്നു എൻ്റെ സിനിമാറ്റോഗ്രാഫി മൊമെന്റ്. നമ്മൾ ഏറ്റവും സ്ട്രഗിൾ ചെയ്തതും ആ ഫൈറ്റ് ഷൂട്ട് ചെയ്യാനാണ്. അതൊരു ഇമോഷണലി ആളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണമായിരുന്നു. അവനൊട്ടും കോൺഫിഡന്റ് അല്ല ആ റൗണ്ട് തുടങ്ങുമ്പോൾ. ഫസ്റ്റ് റൗണ്ട് തീരുമ്പോഴും പുള്ളി ഡ്രെയിൻഡ് ആണ്, ഇമോഷണലി പുള്ളി ഡ്രെയിൻഡ് ആണ്. ആളിയെ ഭയങ്കര പാടായിരുന്നു അത് കൊറിയോഗ്രാഫി നമ്മൾ കീപ്പ് ചെയ്യണം. ഷോണിനെ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കണം. മറ്റേത് ഞാൻ കൊറിയോഗ്രാഫിയെ കുറിച്ചാണ് ഞാൻ ടെൻസ്ഡ് ആയിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തു, അത് ആ പോസ്റ്റർ കറക്റ്റ് ആയിരുന്നു, ആ പോസ്റ്റർ കറക്റ്റായിട്ട് ലാൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ഫ്രെയിമിങ് അവിടെ വൃത്തിയായിട്ടുണ്ടോ, ഇതൊക്കെയാണ് എൻ്റെ ചിന്തകൾ. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദിസ് ഷോൺസ് ഫൈറ്റ്, എനിക്കിങ്ങനെ ഷോണിനെ കാണിക്കണം, അല്ലെങ്കിൽ അത് വർക്കാവില്ല. ഷോണിന് പയ്യങ്ങനെ അവൻ്റെ കോൺഫിഡൻസ് ബിൽഡായി വരുന്നത് കാണിച്ചേ പറ്റൂ. അപ്പോൾ അത്
ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാനത് എങ്ങനെ ട്വീക്ക് ചെയ്തെന്ന് ചോദിച്ചാലും എനിക്ക് അറിയില്ല. ഒരൊറ്റ ലെൻസിൽ ഒരൊറ്റ മാഗ്നിഫിക്കേഷനിൽ മാത്രമാണ് ഞാൻ ആ ഫുൾ ഫൈറ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഒരു ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്യാൻ എത്ര, അപ്പൊ ഷോണിന്റെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്യാൻ എത്ര ദിവസം എടുത്തു? കൊറിയോഗ്രാഫി നേരത്തെ നടന്നതാണ്. പക്ഷേ ഇവര് പ്രീ ഷൂട്ട് ഒരു 6 months ഇവരുടെ ട്രെയിനിങ് പോകുമ്പോൾ ജോഫിൽ ആ സമയം മുതലേ ഒരു കൊറിയോഗ്രാഫി എല്ലാവർക്കും സ്റ്റൈലും കാര്യങ്ങളും ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഈ 6 മാസം ഇവർ ട്രെയിനിങ് പോകും തോറും ഇതിന്റെ ഇടയ്ക്ക് ഈ കൊറിയോഗ്രാഫിയും കൊണ്ടുവരും. ഒരു ദിവസം കൊറിയോ ചെയ്യും, ഒരു ദിവസം ഡ്രില്ല് ചെയ്യും, ഒരു ദിവസം ബാക്ക് വർക്ക് ആയിരിക്കും, ഒരു ദിവസം പാഡ് വർക്ക് ആയിരിക്കും. അപ്പൊ ജിംഷി തീരുമാനിക്കോ എവിടേക്കാണ് എനിക്ക് ക്യാമറ വെക്കേണ്ടത്? ആ സമയത്ത് തൊട്ട് ജിംഷി ഉണ്ടാവും? ഇല്ല, ഞാൻ ഇവരുടെ കൊറിയോ എല്ലാം ഫിക്സ് ആയതിനു ശേഷം ഒരു ദിവസം റഹ്മാൻ എന്നെ ജിമ്മിൽ വിളിച്ചിട്ട് ഇത് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് ഒരു ദിവസം കൊറിയോഗ്രാഫി എല്ലാം കണ്ടു. അതിനുശേഷം ADs ഫോണിൽ ഷൂട്ട് ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു നമുക്കൊരു മൂവി ക്യാമറ എടുത്തിട്ട് ജിമ്മിൽ നമുക്കൊരു കൊറിയോ നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. വി ഡിഡ് ട്രയൽ ഷോട്ട്. ഇത് ഹാൻഡിൽഡ് ആണല്ലോ, അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ ചില മൂവ്മെന്റ്സ് ഒക്കെ ഒന്നും ഞാൻ പ്ലാൻ ചെയ്തതല്ല. അതൊരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഇരുന്ന് കളയാം, അല്ലെങ്കിൽ വി കൻ പുൾ ഡൗൺ, അല്ലെങ്കിൽ ഇങ്ങോട്ട് പാൻ ചെയ്തേക്കാം എന്ന് പറയുന്നത് ആ മൊമെന്റിൽ തോന്നുന്നതാണ്. ചിലപ്പോൾ അതിന്റെ പ്രീവിയസ് ടേക്കിൽ ഞാൻ അത് ചെയ്ത് കാണില്ല. when it comes to fight, you know. അപ്പോൾ അതാണ് ഞാൻ റീൽ കണ്ട് ജിംഷി ഇങ്ങനെ ക്യാമറ വലിക്കുന്നു, ഇങ്ങോട്ട് തിരിക്കുന്നു, ഇങ്ങനെയാണ് ഫൈറ്റ് ഷൂട്ട് ചെയ്യണം അല്ലേ? അവിടെ ആലോചിക്കുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവി ക്യാമറയിൽ നമ്മളൊരു പ്രീ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഒരു ഫൈറ്റ്, ഒരു റൗണ്ട് മാത്രം. ഞാൻ ആരെയെന്ന് എനിക്ക് ഓർക്കാനുള്ള ഏതൊരു ആർട്ടിസ്റ്റിന്റെ ഒരു റൗണ്ട് ഞാനത് പ്രീ ഷൂട്ട് ചെയ്ത് ഓക്കെ ക്യാൻ ബി ഡൺ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അങ്ങനെ പോയത്. ബോഡി ക്യാം നമ്മൾ ഫ്രണ്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഇത് മറ്റേ ബോക്സറുടെ ബാക്കിലാണ് വെച്ചേക്കുന്നത്. അത് പുതിയ അറ്റംപ്റ്റ് ആയിരുന്നോ? നേരത്തെ ഉണ്ട്, ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. ഇതിനു മുമ്പും ഒരു ബോക്സിംഗ് ഷോട്ടായിട്ടൊന്നും കണ്ടിട്ടില്ല. ബാക്കിൽ റിഗ് ചെയ്തിട്ടുള്ള ഷോട്ടുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ബോക്സിംഗിൽ അങ്ങനെ വെക്കാൻ കാരണം എന്താ? ആ ഷോട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പഞ്ചസ് ഡോട്ട് ചെയ്യുമ്പോഴാണ്. അതായത് സ്ട്രെയിറ്റ് വരുന്നത് പഞ്ച് നമ്മൾ ലെഫ്റ്റ് ഡക്ക് ആൻഡ് റൈറ്റ് ഡക്കിലാണ് അത് 1-2 കയറുന്നത്. അപ്പം ക്യാമറ പുറകിലാണെങ്കിൽ ആർട്ടിസ്റ്റ് കുനിഞ്ഞാൽ പോലും കൈ വന്ന് ഫ്രെയിമിലേക്ക് കയറുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. ആർട്ടിസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ആളുടെ ഡക്കും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ആ കൊറിയോ മൊത്തത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇൻക്ലൂഡിങ് ആർട്ടിസ്റ്റ് ബാക്ക് എന്ന് വെച്ചത്. ബോക്സിംഗ് അറിയില്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു? ഡെഫിനറ്റ്ലി പറ്റും. അല്ല, ഞാൻ എന്താണെന്നറിയോ റാഫി, ഇപ്പൊ ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന കാലം മുതലേ ഞാൻ ചെറിയ സിനിമകളിൽ നിന്നല്ല, മലയാള സിനിമയാണല്ലോ നമ്മളങ്ങനെ ഇപ്പൊ ഈ വലിയ ആക്ഷൻ സീക്വൻസ് ഉള്ള സിനിമയൊന്നും ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടില്ല. ഉണ്ട്, എന്നാൽ പോലും വളരെ കൺവെൻഷനൽ ആയിട്ടുള്ള മാസ്റ്റർ വന്ന് അത് ചെയ്ത് ക്ലീൻ ആയിട്ട് പോകുന്ന നമുക്ക് വലിയ റിസ്ക് ഒന്നുമില്ല, മാസ്റ്റർ നോക്കിക്കോളും, വെച്ചു കൊടുത്താൽ മതി, ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്ന പോലുള്ള ഒരു പരിപാടി അല്ലാതെ അതിന്റെ മുകളിലേക്ക് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിഗ് ആക്ഷൻ സീക്വൻസസോ കാര്യങ്ങളോ ആരുടെ കൂടെ വർക്ക് ചെയ്തിട്ടും ഉണ്ട്. പിന്നെ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഇപ്പം ഈ പറഞ്ഞ മാതിരി ഫീൽ ഗുഡ് ചെറിയ പ്രകൃതി പടങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ സഡൻലി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തല്ലുമാല എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഓണാവുന്നു. അത് ഇപ്പം റഹ്മാൻ അല്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ ആരും കൺസിഡർ ചെയ്യില്ല പടത്തിന്. ഇപ്പം അങ്ങനെ ഒരു ആക്ഷൻ മൂവി ചെയ്യുന്നു, ആരൊച്ച് പുൾ ഓഫ് ചെയ്ത് DPനെ വിളിക്കും. അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സർക്കംസ്റ്റൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവനല്ലേ വിളിക്കുള്ളൂ. അവന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഞാൻ അവന്റെ ഇതിനു മുമ്പുള്ള പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി നോസ് ബെറ്റർ ദൻ എനിവൺ ഹൗ ഓൾ ഡിഡ് ഐ പുൾഡ് ഇറ്റ് ഓഫ്. അതാണ് അവന്റെ കോൺഫിഡൻസ്. അത് അവിടെ ബ്രദർഹുഡ് ഇസ് സീറോ. അവിടെ ഒന്നും അത് ഞാനും അവിടെ ചെയ്യിക്കാറില്ല. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ തല്ലുമാല വന്നപ്പോഴേക്കും എനിക്ക് അതിനുള്ളൊരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഇല്ലാണ്ട് തന്നെയാണ് ഞാൻ ആ പടം
ചെയ്തത്. പക്ഷെ തല്ലുമാല ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നു. യെസ്, സിനിമാറ്റോഗ്രാഫിയിലാണെങ്കിലും എഡിറ്റിംഗിലാണെങ്കിലും മേക്കിങ്ങിലാണെങ്കിലും. I personally love that movie so much. എന്റെ ഒരു ഫേവറേറ്റ് ആണ്. മൂസിൻ വന്നിട്ട് നമുക്ക് റീല് പോലെ ആയിരിക്കണം ഷോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടു. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടി അത് സിനിമാറ്റോഗ്രാഫർ ജിംഷി എന്താ ചെയ്തത്? ഒന്നാമത്തെ കാര്യം, ഞാൻ ആ പടത്തിൽ ഒരുപാട് ഡച്ച് ആംഗിൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത്, ഡച്ച് ഐ മീൻ കോൺവെർസേഷനിലാണെങ്കിൽ പോലും അല്ല, ഐ മീൻ ഇത് നമ്മുടെ സ്ട്രെയിറ്റ് ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെ ഒരു ചെറിയൊരു അങ്ങനെ വെക്കുക. പിന്നെ എസ്പെഷ്യലി നമ്മൾ കോസ്റ്റ്യൂംസ് ഒക്കെ ചൂസ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ജാറിങ് അല്ലെങ്കിൽ പോലും ബട്ട് അത് പ്രോമിനൻ്റ് ആയിട്ട് കാണുന്ന ടൈപ്പ് കുറച്ച് കോസ്റ്റ്യൂംസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനിങ് മുതൽ എല്ലാത്തിലും ആ ഒരു പ്രെപ്പ് മുതൽ നടക്കണം. അതല്ലാതെ ലൊക്കേഷനിൽ വന്നിട്ട് ഒരു റീല് പോലത്തെ ഷോട്ട് എടുത്തേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. യു ഹാവ് ടു പ്രിപ്പയർ ഫോർ ഇറ്റ്. അത് ഡിസ്കഷൻസിലൂടെയും മഷറാണെന്നുണ്ടെങ്കിലും നമ്മുടെ ആർട്ട് ഡയറക്ടർ ഗോകുലേട്ടനാണെന്നുണ്ടെങ്കിലും ഒരു കമ്പൈൻഡ് ഡിസ്കഷൻസിലൂടെയൊക്കെയാണ് നടന്നിട്ടുള്ളത്. ഫസ്റ്റ് പള്ളിയിൽ വെച്ചിട്ട് അപ്പൊ അതില് ചില സീൻ നോർമൽ ആയിരിക്കും, പെട്ടെന്ന് സ്ലോ മോഷനിലേക്ക് നോർമൽ സ്ലോ മോഷൻ. അത് അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണ്, അത് അങ്ങനെ ആക്കുന്നതാണ് എഡിറ്റിംഗിൽ? കോമൺ മാൻ ഡൗട്ടാണ്. യെസ്, ഐ ഗെറ്റ് ഇറ്റ്. നമ്മള് ഈ സ്ലോ മോഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫ്രെയിംസ് അവിടെ കൂടുതൽ വേണം. ഓക്കെ, ഒരു 500 നമ്മൾ തല്ലുമാലയിലൊക്കെ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് 500 ചെയ്തിട്ടുണ്ട്, 800 ഫ്രെയിംസിലും ചെയ്തിട്ടുണ്ട്. അത്രയും ഫ്രെയിംസിൽ നമ്മളൊരു ഷോട്ട് കാണണം എന്നുണ്ടെങ്കിൽ അതിനൊരു സ്പെഷ്യൽ ക്യാമറ തന്നെ വേണം. നമ്മൾ നോർമൽ സിനിമ ക്യാമറയിൽ അത്രയും ഫ്രെയിംസ് നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. അത് സ്ലോ സ്പീഡിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ക്യാമറ ഉണ്ട്. അപ്പോൾ അത്രയും ഫ്രെയിംസിലെല്ലാം ക്യാപ്ചർ ചെയ്ത് എടുത്തിട്ട് വേണ്ട സ്ഥലത്ത് മാത്രം നമ്മളത് അല്ലല്ല ആ ഫ്രെയിം റേറ്റ് നമ്മൾ റിലീസ് ചെയ്യണം. ലൈക്ക് ആ 500 or 1000 ആ സമയത്ത് മാത്രം ഇങ്ങനെ അങ്ങനെ വന്നിട്ട് പിന്നെ വി ക്രഷ് ഇറ്റ് ഡൗൺ ടു 24. ഓക്കെ, അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ സൈഡില് മുക്രി വന്നിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് ഒരു ഷോട്ടില്, ആരാണ് മല്ലയുദ്ധത്തിൽ ജയിക്കുന്നത്. അതൊക്കെ 2 ഷോട്ടാണ്. അതൊക്കെ 2 ഷോട്ടാണ്, 2 ഗ്രീൻ മാറ്റില് നിർത്തി. അല്ല സോറി, ആ മുക്രിയുടെ ഷോട്ട് ഗ്രീൻ മാറ്റാണ്. ലുക്കുവിന്റെ ഷോട്ടിലേക്ക് അയാളെ പ്ലേസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ മറ്റേ ഏജ് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഫേസ് മാത്രമേ കാണിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബൈക്കിൽ 3 പേരും കൂടി പോകുന്ന സീനാണ്. ഇത് എഡ്ഗർ റൈറ്റിന്റെ ഒരു പടത്തിന്റെ റെഫറൻസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് പുള്ളിനെ ബൈക്കിൽ ഇരുത്തി ഷൂട്ട് ചെയ്യോ അതോ അത് ഗ്രീൻ മാറ്റില്? ഗ്രീൻ മാറ്റിൽ ബൈക്കിൽ ഇരുത്തിയിട്ട് ഷൂട്ട് ചെയ്യും. എന്നിട്ട് അത് അതിന് ആ ബാക്ക്ഗ്രൗണ്ട് മാത്രം മാറ്റുക എന്ന് പറയുന്നത് അതൊക്കെ വളരെ വളരെ ഐ മീൻ വെരി സിമ്പിൾ ടെക്നിക്സ് ആണ്. പക്ഷെ ഹൗ ക്ലെവർലി യു യൂസ് ഇറ്റ്, കാണുമ്പോൾ നമ്മൾ ഇന്നായി പടത്തില് ആദ്യത്തെ 5 മിനിറ്റിൽ അവിടെ ഒരു ഇപ്പൊ ഈ പറഞ്ഞ എഡ്ഗർ റൈറ്റ് അല്ലെങ്കിൽ ഫിഞ്ചർ ടൈപ്പ് ഒരു ട്രീറ്റ്മെന്റ് അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് ഇൻസ്റ്റാഗ്രാമില് പിന്നെ കൂടുതൽ കണ്ടു തുടങ്ങിയ സംഭവം ടീഷർട്ട് ഇടുമ്പോ അതൊക്കെ ഇൻസ്റ്റാഗ്രാം റീൽസിന്റെ റെഫറൻസ് തന്നെയാണ്. പുള്ളി ഇത് ഇങ്ങനെ കാണിക്കുമ്പോ വേറെ ഷർട്ട് ആവുന്നു, തല തിരിഞ്ഞിട്ട് ഹെയർ സ്റ്റൈൽ മാറുന്നു. സ്പ്ലിറ്റ് സ്ക്രീൻ എങ്ങനെ എടുത്തേ? ഇങ്ങനെ പോകുന്നു, ഇടിക്കുമ്പോ അങ്ങോട്ട് പോകുന്നു, അത് എഡിറ്റിംഗ് ആണോ അത് അവിടെ ബെഡൊക്കെ ഇട്ടിട്ട് നമ്മൾ ഷൂട്ട്? അല്ല, അത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ മോണിറ്ററിൽ തന്നെ നമ്മളത് ഹാഫായിട്ട് ഒരു ടേപ്പ് ഒട്ടിക്കും. ക്യാമറയുടെ ഓൺബോർഡ് മോണിറ്ററിൽ നമ്മൾ ഹാഫായിട്ട് നടുക്ക് വെച്ചിട്ട്, ഇപ്പൊ നമുക്ക് 50-50 സ്പ്ലിറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ നടുക്ക് വെച്ചൊരു ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ റൈറ്റ് സൈഡിൽ കമ്പോസ് ചെയ്യാനുള്ള കൊറിയോഗ്രാഫി എന്താണോ അത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ നമ്മൾ മോണിറ്ററിൽ വരച്ചിരിക്കുന്ന ഈ ടേപ്പിന്റെ കവിഞ്ഞു പോവാതെ ആ റൈറ്റ് സൈഡിൽ മാത്രം തന്നെ കമ്പോസ് ചെയ്ത് ഷൂട്ട് ചെയ്യും. അതിനുശേഷം അതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്താണോ കമ്പോസ് ചെയ്യാനുള്ളത് അത് വേറെ സെപ്പറേറ്റ് ഷോട്ടായിട്ട് അത് വേറെ എടുത്ത് അങ്ങനെ പ്ലേസ് ചെയ്യും. അപ്പൊ ഈ ബാക്കിലേക്ക് പോകുന്നതൊക്കെ എങ്ങനെയാ സ്ക്രീൻ? അത് ആളുടെ പുറകില് ഒരു ബെഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യും. എന്നിട്ട് ആള് നേരെ വന്ന് ബെഡിൽ പതിക്കുവാണെങ്കിൽ നമ്മള് കുറച്ചൊന്ന് നമ്മൾ പുള്ളി ചെയ്തിട്ട് അതേപോലെ പുഷ് ചെയ്ത് വിടും. അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ റെഫറൻസ് ഉണ്ടായിരുന്നു അതോ ഇത് റെഫറൻസ് ഉണ്ടായിരുന്നു? ഓക്കെ, പക്ഷെ ഇതൊക്കെ റെഫറൻസ് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇത് ഞങ്ങളെല്ലാം തല്ലുമാലയ്ക്ക് വേണ്ടിയിട്ടുള്ള റെഫറൻസ് ഒന്നും ഭയങ്കര വിസിബിൾ റെഫറൻസസ് അല്ല. കാര്യം ഞങ്ങൾ സിനിമകളിൽ നിന്ന് റെഫറൻസ് വളരെ കുറവാണ് അതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. മ്യൂസിക് വീഡിയോസ് ആയിരുന്നു മെയിൻ ആയുധം. R&B, ഹിപ്പ് ഹോപ്പ്,
വീഡിയോസ് ആയിരുന്നു മെയിൻ റെഫറൻസ്. ബൈക്കൊക്കെ ഇങ്ങനെ വരുന്ന അതും സീനിൽ വരെ നമ്മളത് ഉപയോഗിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ട്രാൻസിഷൻസ് ഒക്കെ ഇല്ലേ, സീനിൽ വരുന്ന ട്രാൻസിഷൻസ് ആണെന്നുണ്ടെങ്കിലും ഷോർട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യുന്ന വർക്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പരിധി വരെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് മ്യൂസിക് വീഡിയോസ് തന്നെയാണ് ആസ് റെഫറൻസസ്. സൂപ്പർ. ആൻഡ് ഇൻസ്റ്റഗ്രാം. പക്ഷെ തല്ലുമാല ഇപ്പൊ റെഫറൻസ് ആയി മാറി പല പടങ്ങൾക്ക്. ഇപ്പം വിടാമുയർച്ചി, സ്പെഷ്യലി കാർ ഫൈറ്റ്. കാർ കട്ട് ചെയ്തിട്ടല്ലേ ഫൈറ്റ് സെറ്റ് ചെയ്യുന്നത്? കാർ കട്ട് ചെയ്തിട്ടാണ് പുള്ളി അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നത്. എനിക്ക് അത് ജിംഷിയുടെ ചിന്തയുണ്ടായതാണോ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് കൊറിയോഗ്രഫിയാണ്. അതായിരുന്നു നമ്മളുടെ ചിന്ത. ഇപ്പൊ മാസ്റ്റർ കാര്യം ആണെങ്കിൽ പോലും മാസ്റ്ററുടെ അടുത്ത് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മാസ്റ്ററുടെ ടെൻഷൻ എന്ന് പറയുന്നത് കൊറിയോഗ്രഫി അല്ല, ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യും തമ്പി. പക്ഷെ കാറിൽ 2 പേരിരുന്ന് ഫൈറ്റ് പണ്ണണ പോലെ അല്ലല്ലോ ഇത്. ഒരു 8 സീറ്റർ കാറിൽ 8 പേരും എൻഗേജ് ആവുന്ന തരത്തിലുള്ള ഒരു കെയോട്ടിക് ഫൈറ്റ് ആണ് വേണ്ടത്. ഇത് ഫൈറ്റ് നാ സെറ്റ് പണി കൊടുക്കുறேன், നിങ്ങൾ എപ്പി ഷൂട്ട് பண்ண പോറേ എന്നുള്ള മുള്ളു പുള്ളി. അങ്ങനെ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് നമ്മള് എൻ്റെ കൂടെ ഉള്ള ഒരു അസിസ്റ്റന്റിനെ വെച്ചിട്ട് പുള്ളി ഇൻസ്റ്റാഗ്രാം റീലൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് എടുക്കുന്ന ഒരു പയ്യനാ. അപ്പോൾ അവനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, നീങ്ക ഷോർട്ടെ പറ്റി ക്യാമറ എങ്ങനെ വെക്കരുത്, അല്ലെങ്കിൽ ഇതെങ്ങനെ ക്യാമറ ഇതിൻ്റെ അകത്ത് എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നൊന്നും വിചാരിക്കേണ്ട. ഈ ഫോണിൽ നിങ്ങൾക്ക് എത്ര ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ കാറിൻ്റെ അകത്ത് ആ കൊറിയോ ചെയ്യാൻ പറ്റുമോ, ഡു എ കൊറിയോ ആൻഡ് ഷൂട്ട് ഇറ്റ് ആസ് ഫ്രീ ആസ് പോസിബിൾ. അങ്ങനെ അത് അവർ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എന്നെ കാണിച്ചതിന് ശേഷമാണ്, അവിടെയാണല്ലോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം വരുന്നത്. ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമുക്കൊരു സൊല്യൂഷൻ വേണ്ടത്. അപ്പൊ ഇതാണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായതിനു ശേഷമാണ് ഇനി എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നത്. അപ്പൊ നമ്മളത് അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്ക് കാർ മുറിക്കാം. കാർ ഒരു ഡെമ്മി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ മുറിക്കേണ്ടി വരും, അതേപോലെ തന്നെ ടോപ്പും ചെത്തേണ്ടി വരും. അങ്ങനെയാണ് ഐഡിയ. അങ്ങനെയാണ് അത് ഉണ്ടായിട്ടുള്ളത്. സോ എൻഡ് ഓഫ് ദി ഡേ ആ കൊറിയോ ആണ് നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാനൊക്കെ പ്രേരിപ്പിച്ചത്. സോ കൊറിയോ ഇസ് ദ കിങ്. കൊറിയോ ഇസ് ദ കിങ്, അതാണ് വേർഡ്. സൂപ്പർ. നെസ്ലിനാണോ ഖാലിദ് റഹ്മാൻ? നെസ്ലിന്റെ ക്യാരക്ടറാണ്. പുള്ളി എങ്ങനെ ഒരു മോട്ടിവേറ്റർ ആയിരുന്നു ടീമില്, എല്ലാരും പിടിച്ചിറക്കിയതൊക്കെ ഖാലിദ് റഹ്മാൻ. പിന്നെ അതല്ല, അവന്റെ പടത്തിൽ അത് കാണാനില്ല. അവന്റെ സുഹൃത്തുക്കളെ വെച്ചിട്ട് മാത്രമല്ലേ കാര്യം ഇത്രയും വലിയ പടങ്ങളൊക്കെ പുൾ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെയൊക്കെ മോട്ടിവേഷൻ ഫാക്ടർ പുള്ളിയാണ്. എന്നെ മോട്ടിവേറ്റ് ചെയ്യാം, അവന്റെ മോട്ടിവേഷൻ എനിക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാറില്ല പുള്ളി. അങ്ങനെയാണെങ്കിൽ ഇവരെ ക്യാമറയിലൂടെ കാണുമ്പോൾ എന്താണ് ജിംഷിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയണം, ഈ ആക്ടേഴ്സിനെ. നമുക്ക് നസ്ലിനിൽ തുടങ്ങാം. അപ്പൊ നസ്ലിനെ നമ്മളങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാനോ ഒരു കലിപ്പനായിട്ട് കാണിക്കാനൊന്നും നിന്നിട്ടില്ല. അവനൊരു ക്യൂട്ട് ബോയ് തന്നെയാണ്. അപ്പോ അങ്ങനെ പോകുന്ന ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നസ്ലിന്റെ അടുത്ത് ഈ ദീപക്കേട്ടന്റെ ഫൈറ്റിന് മുന്നേ കൊച്ചി ഗ്യാങ് പുള്ളിയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. ഇയാളോട് വാക്ക് ഓവർ പറയണം എന്ന് പറയുന്നൊരു സീനുണ്ട്. അവിടെ അത് ഞാൻ സാധാരണ എല്ലാ ഷോട്ടും ഓപ്പറേറ്റ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും റഹ്മാന്റെ കൂടെ ക്യാമറ പിടിക്കാറില്ല, ക്യാമറയുടെ പുറകിൽ അങ്ങനെ എപ്പോഴും നിൽക്കാറില്ല. അങ്ങനെയല്ല, അവസരം കിട്ടിയാൽ എനിക്ക് ഡയറക്ടറുടെ കൂടെ ഇരിക്കാനാണ് എനിക്ക് താല്പര്യം. പിന്നെ എൻ്റെ കൂടെ അത് നന്നായിട്ട് ചെയ്യുന്ന പിള്ളേരുണ്ട്, അവർക്കത് ഇഷ്ടമാണ്, അവർ ഡെവലപ്പ് ആവും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാറാണ് പതിവ്. പക്ഷേ ഒരു ഷോട്ട് നസ്ലിൻ്റെ ആ ഒരു ഷോട്ട് ഞാനാണ് ഓപ്പറേറ്റ് ചെയ്തത്. ആ ഷോട്ടിൽ പുള്ളി ഫൈറ്റ് ചെയ്യും എന്ന് നസ്ലിൻ തീർത്ത് പറയുന്ന സമയത്ത് നസ്ലിൻ ഒരു ചേഞ്ച് ഓവർ കൊണ്ടുവരുന്നുണ്ട്. അത് ഞാൻ പോലും വിചാരിച്ചില്ല. അത് അവന് അത്ര സീരിയസ് ആയിട്ട് അവന് ഒരു ചേഞ്ച് ഓവർ മുഖത്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള. ഇപ്പൊ ഒരു ക്യൂട്ട് പയ്യൻ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോഴിച്ചക്കൻ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ അവൻ ഭയങ്കര കൂളാണ്. ഈസ് വെരി ജെനുവിൻ ആൻഡ് വെരി പാവം പയ്യൻ. പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതും അങ്ങനെയാണ്. നമ്മുടെ സെറ്റിൽ ഇത്രയും നാൾ ഷൂട്ട് ചെയ്തപ്പോഴും അവൻ അങ്ങനെയാണ്, അവന്റെ ക്യാരക്ടറും അങ്ങനെയാണ്. പക്ഷെ സഡൻലി പുള്ളി ദീപക്കേട്ടൻ ഫൈറ്റ് ചെയ്യും എന്ന് പറയുന്നൊരു മൊമെന്റിൽ പുള്ളി ഒരു ചേഞ്ച് ഓവർ മുഖത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അതിന്റെ ലെൻസിങ്ങും എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടായിരുന്നു. ഭയങ്കര അൺഫോർച്ചുനേറ്റ് ആയിട്ടൊരു ക്ലോസപ്പ് വെച്ചാണ്, പക്ഷെ വന്ന് നിന്നത് എന്തോ നല്ല ഭംഗിയായിട്ട് ആ ഒരു ലെൻസിങ്ങിൽ വന്നു എന്ന് എനിക്ക് തോന്നി. ക്ലോസപ്പ് ആൻഡ് ആ മൊമെന്റിലാണ് നെസ്ലിൻ എനിക്ക് ഇവൻ വേറെ ഡൈനാമിക്സ് ഉണ്ട്, ഹി ക്യാൻ പുൾ ഇറ്റ് ഓഫ്
ഇപ്പോൾ ഒരു സീരിയസ് ഒരു ഇടിപ്പെട്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹോൾഡ് ഓൺ ചെയ്യേണ്ട ടൈപ്പ് ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും യു ക്യാൻ റിയലി പുൾ ഇറ്റ് ഓഫ്. അങ്ങനെയാണെങ്കിൽ മമ്മൂക്കെ ക്യാമറയിലൂടെ കണ്ടപ്പം ആസ് എ സിനിമാറ്റോഗ്രാഫർ ജിംഷിക്ക് എന്താണ് തോന്നി? കാരണം 15 ദിവസം മുൻപ് ഷൂട്ട് ചെയ്തത് ജിംഷിയാണ്. പേടിയായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡേ. ഇപ്പോൾ ഒരാൾ ഇത്ര ദിവസം ഷൂട്ട് ചെയ്തതാണ്, ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ചെന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഐ മൈറ്റ് ടേക്ക് എ ലിറ്റിൽ ടൈം. ഞാൻ ആ എൻവയൺമെൻ്റ് ആയിട്ടൊന്ന് ജെല്ലായി വരാനും പുള്ളി ഷൂട്ട് ചെയ്ത് സാധനത്തിൽ നിന്ന് ഒരുപാട് ജാർ ചെയ്ത് മാറി നിൽക്കാത്ത ടൈപ്പ് ഒരു മൂഡും ക്രിയേറ്റ് ചെയ്തൊക്കെ എടുക്കേണ്ട ഒരു ആവശ്യകത ഇനീഷ്യൽ ഡേയ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ വളരെ പേടിയോടുകൂടിയാണ് ഞാനിതിനെ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിനെ വെച്ച് ഞാൻ ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ടെക്നിക്കാലിറ്റീസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഔട്ട്ഡോർ ഷോട്ടാണ്, പുള്ളി നിന്നൊരു ഫോൺ കട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഔട്ട്ഡോറിൽ നിർത്തി എടുക്കുന്നതുകൊണ്ട് തന്നെ സൺലൈറ്റ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മാറി മറിഞ്ഞ് ഇങ്ങനെ ബ്രൈറ്റായി അതേപോലെ അത് ഇതായിക്കെ പോകുന്നുണ്ട്. അപ്പോൾ പുള്ളി വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഐ മീൻ കട്ട് പറയണോ, ലൈറ്റ് ഷാഡോ ആയി കഴിഞ്ഞാൽ കട്ട് പറയണോ, അല്ലെ അങ്ങനെ പോണോ? സിനിമാറ്റോഗ്രാഫർക്ക് കട്ട് പറയാൻ പറ്റും. ഡിപ്പെൻസ്. ഇപ്പൊ പതിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോക്കസ് ഔട്ട് ആയി കഴിഞ്ഞാൽ അതിന്റെ ടെക്നിക്കാലിറ്റി എനിക്കല്ലേ അറിയൂ. ഡെഫിനറ്റ്ലി കട്ട് പറയാം. ഡിപ്പെൻസ്. ഞാൻ ആദ്യമായിട്ട് ചെല്ലുകയാണ്. ആൻഡ് പുള്ളി അത്രയും സീനിയർ ഒരു ടെക്നീഷ്യൻ ആണ്, ആൻഡ് ഹീസ് എ സ്റ്റാർ. അതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ പേടി കാരണം എൻ്റെ മനസ്സിൽ ഈ ടെക്നിക്കാലിറ്റീസ് മാത്രമാണ്. ഞാൻ വെച്ച എക്സ്പോഷർ കറക്റ്റ് ആണോ, ക്യാമറയുടെ സെറ്റിങ്സ് കറക്റ്റ് ആണോ, മറ്റേ ഫിൽറ്റർ ഇടണോ, അത് PL ഒന്നുകൂടെ തിരിച്ചിട്ട് കട്ട് ചെയ്യണോ, ഇതൊക്കെ പോകുന്നത് കൊണ്ട് ഐ ഡിഡ്ന്റ് ഫീൽ എനിത്തിങ്. ഐ വാസ് നംബ് വെൻ ഐ ഷോട്ട് മമ്മൂട്ടി സർ ഫോർ ദ ഫസ്റ്റ് ടൈം. പക്ഷേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മൾട്ടി ക്യാം വെച്ചിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ക്യാമറ എൻ്റെ കൂടെ ഷൂട്ട് ചെയ്തത് അഭിലാഷ് ശങ്കർ എന്ന് പറഞ്ഞിട്ടൊരു DOP ആണ്. പുള്ളിയാണ് കെട്ടിയുള്ളതാണ് എൻ്റെ മാലാഖയൊക്കെ ഷൂട്ട് ചെയ്ത വ്യക്തി. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് പുള്ളി പെർഫോം ചെയ്യുന്നു, കട്ട് പറയുന്നു. കട്ട് പറഞ്ഞ് അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ആസ് എ മെയിൻ ക്യാമറ ഓപ്പറേറ്റർ കട്ട് കേട്ടാൽ ആദ്യം നോക്കുക സെക്കൻഡ് ക്യാമറ ഓപ്പറേറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ, കിട്ടിയോ, ഐ മീൻ നിന്റെ ഫ്രെയിമിങ് എന്തെങ്കിലും മാറിപ്പോയോ, ഫോക്കസ് എന്തെങ്കിലും പ്രശ്നം വന്നോ, എവറിത്തിങ് വാസ് റൈറ്റ് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാനിങ്ങനെ സെക്കൻഡ് ക്യാമറയിലേക്ക് നോക്കുമ്പോൾ അഭി നിന്ന് കരയുക. അഭി നിന്ന് കണ്ണൊക്കെ അഭി നിന്ന് വിങ്ങി കരയുക. അപ്പൊ ഞാൻ വല്ലാണ്ട് എനിക്ക് പേടിച്ചു പോയി. അയ്യോ പണി പാളിച്ചാ. ഞാനപ്പോൾ മമ്മൂക്കയും റഹ്മാനൊക്കെ അവിടെ ഷോട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേരെ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയടാ, കിട്ടിയില്ലേ, ഫോക്കസ് പോയാ? ഇല്ല, എല്ലാം ഓക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെന്താ മമ്മൂക്കാനെ ഷൂട്ട് ചെയ്ത് പുള്ളി ഇന്ന് കരയാണ്. ആദ്യമായിട്ട് മിസ്റ്റർ മമ്മൂട്ടിയെ ഷൂട്ട് ചെയ്തതിൻ്റെ സന്തോഷമാണ്. പുള്ളി കരഞ്ഞു പോയി. വാർ മൂവിയും സ്പോർട്സ് മൂവിയാണ് ഒരു ആഗ്രഹത്തിലുണ്ടായിരുന്ന ഒരു ജോണർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു സ്പോർട്സ് മൂവി ചെയ്തു, വരാൻ പോകുന്ന അതിലും വലിയ സ്പോർട്സ് മൂവിയാന്ന് പറയുന്നു. ഐ ആം ഗെയിം. ഇത് ദുൽഖർ നായകനായ ആന്റണി വർഗീസ് പ്രധാന ഒരു ഈക്വലി എന്ന് വേണമെങ്കിൽ പറയാം വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ചെയ്യുന്ന, നാസിദായത്ത് സംവിധാനം ചെയ്യുന്ന ഒരു സ്പോർട്സ് ത്രില്ലറാണ് പടം. സിനിമാറ്റോഗ്രാഫി ചാലഞ്ചസ് ഇപ്പൊ എനിക്ക് ഇതേവരെ കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ ചാലഞ്ച് ആയിരിക്കാം ഈ പടം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ സ്പോർട്സ്. സ്പോർട്സ് അല്ലാതെ വേറൊരു സാധനം പടത്തിലുണ്ട്, വിച്ച് ഇസ് വെരി ചാലഞ്ചിങ് ഫോർ മീ ആസ് എ സിനിമാറ്റോഗ്രാഫർ. വെരി ചാലഞ്ചിങ് ഫോർ മീ. ദർ ഇസ് സംതിങ് വെരി, അത് ഒരു തരത്തിൽ എനിക്ക് വിട്ടു പറയാൻ പറ്റില്ല. ഒരു പ്ലോട്ട് ഉണ്ട് പടത്തിനകത്ത്. ദാറ്റ്സ് ദ മെയിൻ തിങ്. പടം ഇറങ്ങി കഴിയുമ്പോൾ അറിയാതെ. കേരളത്തിലുള്ള സ്പോർട്ടാണോ? ഇറ്റ്സ് ക്രിക്കറ്റ്. ദാറ്റ്സ് ഇറ്റ്. ആണോ? ഓ, റെഫറൻസുകളൊക്കെ എടുത്ത് തുടങ്ങിയ 1983 അങ്ങനെയൊക്കെയാണ്? ഇല്ല, അങ്ങനെയല്ല റെഫറൻസ്. ക്രിക്കറ്റ് പടങ്ങൾ അധികം ഇല്ലല്ലോ, അതുകൊണ്ട് ക്രിക്കറ്റ് പടങ്ങൾ അധികം ഇല്ല. പക്ഷെ 1983 ഒന്നും റെഫറൻസ് ആയിട്ട് എടുത്തിട്ടില്ല. എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നത് ആസ് എ സിനിമാറ്റോഗ്രാഫർ? കുറവാണ് ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യുന്നത്, കുറവാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്ത പടങ്ങൾ കാണുക, സിനിമകൾ കാണുക, അത് തന്നെയാണ് അപ്ഡേഷൻ. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ, സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സീൻസോ ഷോട്ടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെങ്ങനെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അറിയാനുള്ള കാര്യങ്ങളുടെ BTS ഒക്കെ നമ്മൾ എടുത്ത് കാണുക എന്നുള്ളതൊക്കെ തന്നെയാണ്. പിന്നെ അതുകൂടാതെ ഞാൻ വളരെ
ക്രൂഷ്യലായിട്ട് ഈ കാര്യങ്ങൾ അപ്ഗ്രേഡ്, ഐ മീൻ എപ്പോഴും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ എക്യുപ്മെൻസിൻ്റെ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും എന്തൊക്കെ റിലീസ് ആവുന്നു എന്നൊക്കെ നോക്കി നടന്നിട്ടുള്ളൊരു ആൾ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ക്യാമറ ഗിയേഴ്സും ലെൻസും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഐഫോൺ പോലെയാണ് ഇവർ വരുന്നത്. 6 മാസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു കാര്യമില്ലാതെ കുറെ അപ്ഡേഷൻസ്, അതിന്റെ ഫേംവെയർ അപ്ഡേഷൻസ്. എന്നിട്ട് എന്താ കാര്യം? അത് ആൾട്ടിറ്റ്യൂഡിൽ ലാറ്റിറ്റ്യൂഡിലൊക്കെ വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെ പറയപ്പെടുന്നു. എനിക്ക് വിസിബിളി ഞാനത് ലോങ് ത്രോയില് ഷൂട്ട് ചെയ്തിട്ട് DI സ്റ്റുഡിയോയിൽ ലോങ് ത്രോയിൽ കണ്ട് കളർ ചെയ്യുമ്പോൾ പോലും എനിക്കിപ്പോൾ ഈ പറയുന്ന വ്യത്യാസങ്ങളൊന്നും വിസിബിളി എനിക്ക് കാണാറില്ല. പിന്നെ അതോടെ പിന്നെ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ നിന്ന് തീരുന്നില്ല, തീരുന്നേ ഇല്ല. എനിക്ക് പിന്നെ ആവശ്യത്തിന് നമുക്കൊരു പ്രോജക്റ്റിന് വേണ്ടി ഒരു ഷോട്ടിന് വേണ്ടി ഒരു പരിപാടിയെ കുറിച്ച് അന്വേഷിക്കുന്നതല്ല അതിന്റെ ഭംഗിന്ന് ഞാൻ ഓർത്തു. പിന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടും ഒരു സ്പെഷ്യൽ എക്യുപ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നേരെ കൊണ്ടുവന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വരുന്ന ഒരുവിധപ്പെട്ട എല്ലാ എക്യുപ്മെന്റ്സും ഒരു സ്പെഷ്യൽ ഹാൻഡ് വേണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടെക്നീഷ്യൻ വന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സിന്റെ കൂടെ അതിന്റെ അറിയുന്ന ടെക്നീഷ്യൻസ് ഉണ്ടാവും. എക്സ്പ്ലെയിൻ ദം വാട്ട് യു വാണ്ട് ആൻഡ് ടേക്ക് എ ഫൈനൽ കോൾ. സൂപ്പർ. ഇപ്പോൾ ഒരു പടം കാണുമ്പം ജിംഷി ഖാലിദിന് സിനിമാറ്റോഗ്രാഫർ ആയതുകൊണ്ട് എപ്പോഴും ഷോർട്സ് ആണ് കാണുക. ഇടയ്ക്കിടക്ക് ഇതിലേക്ക് പോകും, ഷോർട്ട് ഒരു പാലറ്റിലേക്കൊക്കെ നമുക്ക് തിരിഞ്ഞു അങ്ങനെയൊക്കെ പോവാറുണ്ട്. അത് എന്തോ തെറ്റാണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്കത് അങ്ങനെ എനിക്കൊരു ഒരു ഇറിറ്റേഷൻ ഉണ്ട് അതിനകത്ത്. ഒരു പടം അതുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ള എന്നുള്ളൊരു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് തെന്നിപ്പോവും, ഇങ്ങനെയുള്ള സാധനത്തിലേക്ക് പോവും. പിന്നെ നമ്മൾ തിരിച്ച് കണ്ടന്റിലേക്ക് വരും. സേ യെസ് ഓർ നോ, ഖാലിദ് റഹ്മാന്റെ എല്ലാ പടത്തിലും ഞാൻ ഉണ്ടാവും DOP ആയിട്ട്. ഇഫ് യു വാണ്ട് മീ ടു. അങ്ങനെയാണല്ലേ? പക്ഷെ എന്തായാലും പുള്ളി വിളിക്കുമല്ലോ, അത് ഫിക്സ്ഡ് അല്ലേ? ഓക്കെ. തലമാലയ്ക്ക് ശേഷം എനിക്ക് ഒരുപാട് ആക്ഷൻ പടങ്ങളുടെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ വേണ്ടാന്നും പറയുകയും ചെയ്തു. വൈ? പ്രത്യേകിച്ച് എനിക്കൊരു തരത്തിലും ഹൈ തരുന്ന ടൈപ്പ് ഒരു ആക്ഷൻ സിനിമാസ് വന്നിട്ടില്ല. എല്ലാം ഈ കൺവെൻഷനൽ ആക്ഷൻ സിനിമാസ് ആണ്. ഇപ്പൊ ഏത് ലാംഗ്വേജിലാണെന്നുണ്ടെങ്കിൽ പോലും വിളിക്കുന്നത് എല്ലാം ഭയങ്കര, അതായത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ട് വളർന്നിട്ടുള്ള ടൈപ്പ് മാസാണ് ഇപ്പോഴും അവർക്ക് കേറ്റർ ചെയ്യേണ്ടത്. എനിക്ക് വയ്യ. ജിംഖാനയിലേക്ക് വരികയാണെങ്കിൽ സ്ട്രീറ്റ് ഫൈറ്റ് ചാലഞ്ചിങ് ആയിരുന്നോ? അതെല്ലാവരും എടുത്ത് പറയുന്നുണ്ട്. ചാലഞ്ചിങ് ആയിരുന്നു. ആണല്ലേ? സിനിമാറ്റോഗ്രഫി ചാലഞ്ച് എന്തായിരുന്നു? സിനിമാറ്റോഗ്രഫി ചാലഞ്ച് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒന്നാമത്തെ കാര്യം റിങ്ങിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഹാൻഡിൽഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ സ്ട്രീറ്റ് ഫൈറ്റിനും ഹാൻഡിൽഡ് ആണ് ഉപയോഗിച്ചത്. പക്ഷെ പിടിക്കും. റിങ്ങിലെ ഹാൻഡിൽഡിന് എനിക്കൊരു സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ടായിരുന്നു. മോളിൽ നിന്ന് എനിക്കൊരു റോപ്പ് ഉണ്ടായിരുന്നു. സോ ഫുൾ വെയിറ്റ് എൻ്റെ കയ്യിൽ വരില്ല, ഒരു പരിധി വരെ എനിക്ക് നിൽക്കുള്ളൂ. പക്ഷെ ഈ ഇതിലേക്ക് വന്നപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സെറ്റപ്പ് അവിടെ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായി. കംപ്ലീറ്റ്, അതായത് ഒരു 13 to 15 kgs വരും ഈ ഫുൾ സെറ്റപ്പ്. ഈ ഫിഗർ, ക്യാമറ, ലെൻസ്, അതിൻ്റെ പ്ലേറ്റ്സ്, ഫോക്കസ് സെറ്റപ്സ് ആൻഡ് സൗണ്ട് സെറ്റപ്സ്, ഇത്രയും സാധനം അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോഴേക്കും വലിയ വോളിയമായി. അപ്പോൾ അത് അത്രയും ദിവസം ഫുൾ ഹാൻഡിൽഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ടയറിങ്. എനിക്ക് ബാക്ക് ഇഷ്യൂസ് ഒക്കെ വന്നായിരുന്നു ആ സമയത്ത്. അത്രയും നമ്മൾ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? ജിംഖാന സമയത്ത് ഇപ്പൊ പടം ഇതാണ് ചെയ്യാൻ പോകണമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെറിയ തരത്തിലുള്ള ഒരു ഫിറ്റ്നസ് പരിപാടി, എൻഡ്യൂറൻസ് ഒക്കെ കൂട്ടുക എന്നുള്ള കാര്യങ്ങൾ മാത്രം. ഓടാനൊക്കെ പോയി തുടങ്ങുമായിരുന്നു. കിതക്കുക എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ ഡ്രെയിൻഡ് ആയി പോവാതിരിക്കുക. ഒരു ഇടി തുടങ്ങിയാൽ പിന്നെ 8 മണിക്കൂർ ഇടിയായിരിക്കും. 8 മണിക്കൂറും യു മസ്റ്റ് ബി യുനോ ഇങ്ങനെ തന്നെ നിൽക്കണ്ടേ. ഇടയ്ക്ക് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. പിന്നെ ആക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു 4 ട്രയല് റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു ഷോട്ട് എടുക്കുന്നത്. അപ്പൊ ഈ 4 റിഹേഴ്സല് വിത്ത് ക്യാമറ പോകുമ്പോ ഞാൻ റിഹേഴ്സ് ചെയ്തിട്ട് എന്റെ അസിസ്റ്റൻസിനെ കൊണ്ട് ഷോട്ട് എടുപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഈ റിഹേഴ്സലിലാണ് മൂവ്മെന്റ്സ് ഞാനും ത്രൂ ആവുന്നത്. എന്നിട്ട് ആണ് ഈ ഷോട്ടിലേക്ക് പോകുന്നത്. വാട്ട് ഈസ് സിനിമാറ്റോഗ്രാഫി ഫോർ ജിംഷി?
എനിക്ക് സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇഷ്ടം. ക്യാമറ അതിനൊരു മീഡിയം മാത്രമാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. അതല്ല, ദാറ്റ്സ് എ മീഡിയം. അത് കറണ്ട് ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. അപ്പൊ ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ആർട്ടിനോടാണ് എന്റെ ഇഷ്ടം. ഓക്കെ, സൂപ്പർ. അങ്ങനെ ജിംഷിക്ക് ക്യാമറയിലൂടെ ഒരുപാട് സ്റ്റോറീസ് പറയാൻ പറ്റട്ടെ. താങ്ക് യു ബ്രോ. സിനിമാറ്റോഗ്രാഫിയുടെ A to Z കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ആസ് എ കോമൺ മാൻ. അപ്പോൾ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും, കാണുന്നവർക്ക് മനസ്സിലാവും. ഓൾ ദി ബെസ്റ്റ് ജിംഷി ആസ് എ ബ്രാൻഡ്. താങ്ക് യു ജിംഷി. താങ്ക് യു മാൻ. ഓക്കെ.